ജീവിതത്തിൻ്റെ സകല നെരിപ്പോടുകൾക്കുമേൽ കർത്താവിൻ്റെ വലതുകര സ്പർശത്താൽ സാന്ത്വനം തേടിയവൻ ഇന്ന് ആത്മസമർപ്പണത്തിൻ്റെ സായൂജ്യ സന്നിധിയിലാണ്. തൻ്റെ ജീവിതം മുഴുവൻ സ്വർഗപിതാവിൻ്റെ തിരുസന്നിധിയിൽ അർപ്പിച്ച് താൻ നേടിയ ആത്മീയ നിറവിൻ്റെ തിരുസാന്നിധ്യം ഈ കുടുംബത്തിൻ്റെ വിജയഗാഥയാവുന്നു. തിരുവചനത്തിൻ്റെ മൂർത്തഭാവങ്ങളിൽ ലോകനാഥൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഈ മനുഷ്യൻ സ്വർഗസാന്നിധ്യത്തിൽ ലയിച്ചു ചേരുന്നു. വചനം മാർഗം തെളിച്ച ജീവിതാനുഭവം. കാലത്തിന്റെ വക്ഷസിൽ കൂട്ടിച്ചേർക്കപ്പെടാൻ ഇവർ ഒത്തൊരുമിച്ച് സുവിശേഷ വെളിച്ചം തൂവി. വചനസൂക്തങ്ങൾ ഈ കുടുംബത്തിന്റെ രക്ഷയായി മാറുമ്പോൾ ഇവൾ കഥനങ്ങളുടെ കാലങ്ങൾ എണ്ണിപ്പകുക്കുന്നു. കരുത്തായി ഭർത്താവിന്റെ യാത്രകൾ കൂന്നായി ഇവൾ എന്നുമുണ്ടാവും. പിന്നിൽ ശാന്തയായി മൗനിയായി ഇവൾ വെറോനിക്ക. ജീവിത പങ്കാളി ഒരു ശുശ്രൂഷകനാണെന്ന് കേട്ടപ്പോൾ ഒരു സാധാരണ പെൺകുട്ടി എന്ന നിലയിൽ ചേച്ചിക്ക് എന്താണ് ആദ്യം തോന്നിയത്? വളരെയേറെ സന്തോഷം തോന്നി. ജീവിത പങ്കാളി ശുശ്രൂഷകനാന്ന് കേട്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി. കാരണം ഒരു ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിത പങ്കാളിയെ നമുക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ അതിലൊത്തിരി സന്തോഷം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നല്ല സപ്പോർട്ടാണ് ആ കാര്യത്തിൽ. അവർ വേറെ സാമ്പത്തികമായിട്ടൊന്നും അങ്ങനെ ചിന്ത ഇല്ലാതെ, ഞങ്ങൾക്ക് അധികം ഇല്ലാത്ത കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അതുകൊണ്ട് അവർക്ക് ഒത്തിരി നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം ഉണ്ടാവുമല്ലോ. ഈ ഒരു ശുശ്രൂഷ മേഖലയുമായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും ബന്ധം നേരത്തെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പ്രാർത്ഥന ഗ്രൂപ്പിൽ പങ്കുകൊള്ളുമായിരുന്നു. അതുപോലെ തന്നെ ജീസസ് യൂത്തിൽ സജീവമായി പ്രവർത്തിക്കുമായിരുന്നു. നന്നായിട്ട് നല്ല പ്രവർത്തനം തന്നെ ഉണ്ടായിരുന്നു. അന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നോ ഇതുപോലെ ദൈവത്തോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ശുശ്രൂഷ മേഖലയിലുള്ള ഒരാൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന്? ആഗ്രഹമുണ്ടായിരുന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുക എന്ന് പറയുമ്പോൾ സന്തോഷം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അതിനായിട്ട് മാതാപിതാക്കളുടെ പരിപൂർണ പിന്തുണ ഉണ്ടായിരുന്നു. അവർക്ക് സാമ്പത്തികമായിട്ടധികം ഉണ്ടായിരുന്നവരല്ലാത്തോണ്ടൊരു നല്ലൊരു ജീവിത പങ്കാളിയെ മകൾക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ സന്തോഷം. തുടക്ക കാലഘട്ടങ്ങളിൽ ചേട്ടന്റെ ശുശ്രൂഷ തിരക്ക് എത്രത്തോളമായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ ചേച്ചി? നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. മാസത്തിൽ 5 ദിവസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ജീവിത പങ്കാളി നമ്മുടെ കൂടെ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാവുമല്ലോ. ചേട്ടൻ വീട്ടിലില്ലാതിരുന്ന സന്ദർഭങ്ങളിൽ ആ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന
ഒരുപാട് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് അത്ര ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കർത്താവിൻ്റെ അനുഗ്രഹം അല്ല, കർത്താവിൻ്റെ കരുണ കൂടെ ഉള്ളതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് സാധിച്ചു, മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ചേട്ടനടുത്തില്ലാതിരുന്നിട്ട് കൂടി ആ ഒരു വിടവ് നികത്തിക്കൊണ്ട് കുട്ടികളുടെ പഠനകാര്യവും കുടുംബകാര്യവും എല്ലാം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചേച്ചിക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് തരണം ചെയ്ത് പോവാൻ നമുക്ക് കൂടെ മാതാപിതാക്കളുള്ളത് കൊണ്ടും പിന്നെ കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ടും ഒരു ബുദ്ധിമുട്ടായിട്ട്, കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിച്ച ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ നമ്മളെ പിന്നെ മമ്മിയുടെയും ചാച്ചൻ്റെയും കാര്യം നോക്കുന്നതിലൊക്കെ എല്ലാവർക്കും കൂടെ ഇപ്പോൾ ഒരു അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇതുവരെയുള്ള ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും വിഷമങ്ങളോ അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാമോ? താങ്ങാൻ വയ്യാത്തതെന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. അതുങ്ങൾക്ക് അസുഖം വരുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് കരയുമ്പോൾ നമ്മൾ ഒരാളെയും കൂടെ നോക്കുക എന്ന് പറയുമ്പോൾ രണ്ടുപേരെയും കൂടെ എടുക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കാരണം ഒരു പ്രത്യേകിച്ച് എന്നെ അപേക്ഷിച്ച് നോക്കിയാൽ എനിക്കതൊരു വലിയൊരു 5 മക്കളെ നോക്കണമെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതാണ് അതിൻ്റെ ദൈവാനുഗ്രഹം. അത് പ്രാർത്ഥനയുടെ ഇതുകൊണ്ട് തന്നെ മാത്രമാണ്. ചേട്ടൻ നന്നായിട്ട് ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളത് കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഉണ്ട്. അതിൻ്റെ ഒത്തിരി അനുഗ്രഹം ജീവിതത്തിൽ കാണുന്നു. ഉണ്ട്. ഏതൊരു ശുശ്രൂഷകന്റെയും തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് യാതനകളിലൂടെയും സഹനങ്ങളിലൂടെയൊക്കെയുള്ള ഒരു കടന്നുവരവാണ്. ഒറ്റയ്ക്കിരുന്ന് മടുക്കുമ്പോഴാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ജോലി സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നെ ഒറ്റയ്ക്കിരുന്ന് മടുക്കുക എന്ന് പറയണത് മാതാപിതാക്കൾ കൂടെ ഉള്ളതുകൊണ്ടും കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടും ഒരു ഒറ്റയ്ക്കിരുന്ന് മടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവസ്ഥ വന്നിട്ടില്ല. പിന്നെ ചേട്ടൻ പുറത്ത് പോകുമ്പോൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളുമായിട്ട് പ്രാർത്ഥനയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവപരിപാലനയിൽ ദൈവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ചരിത്രത്തിൽ നമ്മൾ അറിയുന്ന വെറോനിക്ക ഈശോയുടെ പീഠാനുഭവ വഴികളിൽ അവിടുത്തെ സഹനങ്ങൾക്ക് കൂട്ടായി അവിടുത്തെ രക്തത്തുള്ളികൾ തൂവാലയിൽ ഒപ്പിയെടുത്തുകൊണ്ട് ഈശോയുടെ ഒപ്പം നടക്കുന്ന വെറോനിക്ക. ഇവിടുത്തെ വെറോനിക്ക ചേട്ടൻ്റെ ശുശ്രൂഷ മേഖലകളിൽ
എങ്ങനെയാണ് പങ്കാളിയാവുന്നത്? ഒരു കുടുംബമായാൽ ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. മക്കൾ, മാതാപിതാക്കൾ, വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങൾ എല്ലാം നന്നായിട്ട് ഉത്തരവാദിത്തത്തോട് ചെയ്യാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴുമുണ്ട്. ഒരു ശുശ്രൂഷകന്റെ ഭാര്യയായിരിക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് ഒരു ശുശ്രൂഷകന്റെ ഭാര്യ എങ്ങനെയായിരിക്കണം എന്നാണ് ചേച്ചിക്ക് എല്ലാവരോടും പറയാനുള്ളത്? ഒരു ശുശ്രൂഷകന്റെ ഭാര്യ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് മാതൃകയായി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റി പ്രാർത്ഥനാധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ് ഒരു ശുശ്രൂഷകന്റെ ഭാര്യ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഇപ്പം നേരിട്ട മക്കളെ അപ്പത്തെ പോയിട്ട് വരാം. ചേട്ടാ ഒരു മിനിറ്റ്, ശുശ്രൂഷകരുടെ ഭാര്യമാർ എങ്ങനെയായിരിക്കണം എന്നാണ് ചേട്ടന് പറയാനുള്ളത്? ശുശ്രൂഷയുടെ ഭാര്യമാർ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ അർത്ഥവത്തായ ചില കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരു ശുശ്രൂഷൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതും പണിതുയർത്തുന്നതും അവൻ്റെ ഭാര്യയാണ്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ, ശുശ്രൂഷകരുടെ ജീവിതത്തിൽ വലിയൊരു പരാജയത്തിന് കാരണം, ചിലരുടെയെങ്കിലും ജീവിതത്തിലെ പരാജയത്തിന് കാരണം അവരുടെ ഭാര്യമാരാണ്. ഒരു ശുശ്രൂഷകൻ്റെ ഭാര്യ എല്ലാ കാര്യത്തിലും ദൈവവചന അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ചാലാണ് ഒരു ശുശ്രൂഷകൻ അഭിമാനത്തോടെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് വചനം പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ലോകമോഹങ്ങളിലോ ഭൗതിക സുഖങ്ങളിലോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളിലോ മുഴുകി ജീവിക്കുന്ന, പ്രാർത്ഥനയില്ലാതെ വചനം അനുസരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ ശുശ്രൂഷകനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും ജീവിതത്തിൽ ഉയരാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ ശുശ്രൂഷകൻ്റെ ഭാര്യമാരും ദൈവവചനം അനുസരിക്കുന്ന വ്യക്തികളും നല്ല ലാളിത്യവും നല്ല സ്നേഹവും നല്ല പരിഗണനയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിതം മുൻപോട്ട് നയിക്കുന്ന വ്യക്തിയുമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർത്താവേ, എൻ്റെ നാഥ, നീ എൻ്റെ ചാരത്തിരുന്ന് എൻ്റെ വിചാരവ്രണങ്ങളിൽ സ്വർഗീയ തൈലം പുരട്ടി സൗഖ്യമാക്കുന്നത് ഞാൻ അറിയുന്നു. പിതാവേ, ഇടറിമുറിഞ്ഞ വഴികളിൽ കഥനത്തിൻ്റെ കയ്പുനീർ ഞാൻ രുചിച്ചപ്പോൾ നീ എൻ്റെ മധുരമായി എന്നിൽ നിറയുന്നതും ഞാൻ അറിയുന്നു. കർത്താവേ, അറിവില്ലാതെ ഞാൻ ചെയ്ത അപരാധങ്ങൾക്ക് ശിക്ഷയല്ലല്ലോ നീ വിധിച്ചത്. നിന്റെ വചനം കൊണ്ട് സാന്ത്വനമല്ലേ ഏകിയത്. ആ കനിവിൽ ഞാൻ നിനക്ക് നന്ദിയേകുന്നു നാഥ.